നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുട്ട്യായ നമഃ. സ്വാമിയുടെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. ജോലിയിൽ തടസ്സം വരുന്ന ഒരുപാട് കോളുകൾ നമുക്ക് വരാറുണ്ട്. ജോലിയിൽ ഉണ്ടാവുന്ന തടസ്സം, കർമ്മ പദ്ധതികളിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, പലർക്കും ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടായിക വരുന്നുണ്ട്. ഉള്ള ജോലിയിൽ മേൽഗതി ഇല്ലാതെ വരുന്നുണ്ട്. നമുക്കിപ്പോ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ധനബലം നമുക്ക് പോരായ്മ വരും. അപ്പൊ പുതിയൊരു ജോലിക്ക് മാറി ശ്രമിച്ചാൽ നമുക്ക് കുറച്ചും കൂടി ധനബലമുള്ള ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ നോക്കി നമ്മൾ മുന്നോട്ട് പോകുക. ഇനിയിപ്പോ ഉള്ള ജോലി സ്ഥാനത്ത് ബുദ്ധിമുട്ടുകളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റായിക വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജോലിയിൽ വന്ന് ഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ജോലിയിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് സ്വാമിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് പൂജ്യം കർമ്മങ്ങൾ ജോലിയിലെ പ്രശ്നങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നുള്ളൂ. നല്ല ജോലിയിൽ കയറാനും അതുപോലെ തന്നെ ജോലി കിട്ടാത്തവർക്ക് പുതിയ ജോലികൾ കിട്ടാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് സ്വാമിയുടെ അനുഗ്രഹത്തിൽ സ്വാമിക്ക് പൂജ്യം കർമ്മവും ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ അത് വലിയ ചെലവുകളില്ലാത്ത പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വാമിയുടെ കരിശക്തി കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ വെള്ളിയുടെ തകിട് വെച്ച് വിളക്ക് വെച്ച് ആരാധനാ രീതി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ജോലിയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലിയിൽ മേൽഗതി ഉണ്ടാവാനും പുതിയ ജോലി കിട്ടാനും അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ മേൽഗതി ഉണ്ടാവാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്വാമിയുടെ അനുഗ്രഹത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നുണ്ടോ. അപ്പൊ സ്വാമിയുടെ അനുഗ്രഹത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം നമ്മളുടെ അനുഭവത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സ്വാമി ആരാധിച്ചു തുടങ്ങിയ ശേഷമാണ് നമ്മുടെ കർമ്മത്തിൽ മേൽഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കർമ്മ പദ്ധതികളിൽ മേൽഗതി ഉണ്ടാവാനായിട്ട് സ്വാമി വെച്ചാരാധന ചെയ്യാം. വെച്ചാരാധന ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു രീതിയാണോ. അങ്ങനെയല്ല. സ്വാമിയുടെ ഒരു അനുകൂലം നമ്മൾ കൊടുക്കുന്ന ഒരു കരിശക്തി ഒരു പൊടിയായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വെള്ളിയിൽ ഒരു തകിട്ട് സ്വാമിയുടെ യന്ത്രമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വിഗ്രഹ വെച്ച് ആരാധന ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാവുന്നതുള്ളൂ. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരാനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.